ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈഷ്ണാസ് വിദ്യാലയ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ഹിന്ദിയുടെ രൂരു എന്ന് പറയുന്ന കഹാനിയുടെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യ പാർട്ട് ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും അതും കൂടി കയറി കാണണമേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ കങ്കാരു കുഞ്ഞ് അമ്മയുടെ ആ ഒരു ഗോതിയിൽ നിന്ന്, ആ ഒരു ജേബിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ശ്രമത്തിലാണല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ആ കുഞ്ഞ് പുറം ലോകം കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പർ രൂരു സഹമഗയ, പുറത്തോട്ടിറങ്ങിയ നമ്മുടെ കങ്കാരു കുഞ്ഞ് എന്ത് ചെയ്തു? രൂരു സഹമഗയ. സഹമഗയയുടെ അർത്ഥം പകച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എന്തോ ഒരു കാഴ്ച കണ്ട്, പുറമേയുള്ള എന്തോ ഒരു കാഴ്ച കണ്ട് നമ്മുടെ രൂരു പകച്ചു നിൽക്കുകയാണ്. ഇത്തിനി ബഡി ദുനിയ, ഇത്രയും വലിയ ലോകമോ? തി ബാഹർ, ഇത്രയും വലിയ ലോകമാണ് പുറത്ത് എന്നാണ് ചിന്തിക്കുന്നത്. അമ്മി കങ്കാരു ദോടി ദേർത്തോ സബർ കിയേ രഹി. അമ്മി കങ്കാരു, അമ്മ കങ്കാരു, ദോടി ദേർ, കുറച്ചു നേരം, സബ്ർ കിയേ രഹി, സബ്ർ മീൻസ് പേഷ്യൻസ്, ക്ഷമ എന്നുള്ളതാണ്, ക്ഷമ കാണിച്ചു എന്നുള്ളതാണ്. ഫിർ, അതിനുശേഷം, ഹൽക്കെ സെ, പതുക്കെ ഒരു തട്ട് കൊടുത്തു എന്നുള്ളതാണ്. ദക്കീതി എന്ന് പറഞ്ഞാൽ തട്ട് കൊടുക്കുക, ചുമലിലൊന്ന് തട്ടി കൊടുക്കുവാണ് അല്ലേ, പുറത്തോട്ട് ഇറങ്ങാനൊരു എൻകറേജ്മെൻറ്റ് പോലെ അല്ലേ. ഫിർ രൂരു കോ, പിന്നെ രൂരുവിന്, കുത്, സ്വയം, ജേബ് സേ, ജേബിൽ നിന്നും, പോക്കറ്റിൽ നിന്നും, നിഗൽനേക്കി, പുറത്തേക്ക് ഇറങ്ങാനുള്ള, കോശിഷ്, ശ്രമം, കർത്തെ ദേഖ്നെ ലഗി, കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമം നടത്തുന്നത്, നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മ എന്നാണ്. അപ്പോൾ ഒരു ചുമലിലൊന്ന് തട്ടി കൊടുത്തിട്ട് നമ്മുടെ രൂര് പുറത്തിറങ്ങുന്നത് കാണാൻ വേണ്ടി എന്ത് ചെയ്യുവാണ്? ആ ഒരു ശ്രമം കാണാൻ വേണ്ടി അമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആഖിർ, അവസാനം, രൂരു ജേബിൽ നിന്നും, ജേബ് സെ ബാഹർ നികല, ആ ഒരു പോക്കറ്റിൽ നിന്നും എന്ത് ചെയ്തു? പുറത്തോട്ട് കടന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നീച്ചി ടഹിനി പർ, നീച്ചി ടഹിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നീച്ചി ടഹിനി, ടഹിനി എന്ന് പറഞ്ഞാൽ മരച്ചില്ല എന്നുള്ളതാണ്. താഴ്ന്നു നിൽക്കുന്ന ഒരു മരച്ചില്ലയിലുള്ളതാണെന്നാണ് അർത്ഥം. നീച്ചി ടഹിനി പർ ഏക് ചിടിയ, ഒരു പക്ഷി, ഗാന ഗാ രഹി ഥി, പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണെന്നാണ്. പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. രൂരുനെ ചിടിയ സേ പൂച്ഛന ചാഹാ കി, രൂരു നമ്മുടെ ചിടിയോട് കാര്യം പറയാൻ ആഗ്രഹിച്ചു. പൂച്ഛന ചോദിക്കാൻ ആഗ്രഹിച്ചു. കി ക്യാ ഉസേ ഓർ ഗാനെ ഭി ആത്തെ ഹേ, ഇനിയും പാട്ട് പാടാൻ അറിയുമോ എന്നാണ് ചോദിച്ചത് നമ്മുടെ രൂരു. ക്യാ വോ ഉസേ ഗാന സിക്കാ ദേഗി ക്യാ, നീ എന്നെ പാട്ട് പഠിപ്പിക്കുമെന്ന് നമ്മുടെ രൂരു ആരോട് ചോദിക്കുവാണ്? നമ്മുടെ പക്ഷിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പുറത്തോട്ട് ഇറങ്ങിയ രൂരു ആദ്യം കണ്ടതൊരു പക്ഷിയാണ്. അപ്പോൾ പക്ഷിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ്, നിനക്ക് വേറെയും പാട്ടുകളൊക്കെ പാടാൻ കഴിയുമോ? പാട്ടുകൾ പാടുകയാണെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് നമ്മുടെ രൂരു പക്ഷിയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട പക്ഷി എന്ത് പറഞ്ഞെന്ന് നോക്കാം. പർ ചിടിയ ഉടുക്കർ ദൂസരെ പേട് പർ ബൈറ്റ് ഗയി, പക്ഷെ ചിടിയ പറന്ന് ദൂസരെ, വേറെ ഒരു മരത്തിൽ കയറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രൂരു പറഞ്ഞത് ശ്രദ്ധിച്ചു കാണില്ല അല്ലേ. രുക്കോ, നിൽക്കൂ, ജാവോ മത്, പോകരുതേ, ചിടിയാക്കെ പീച്ചെ കൂതുതാ ഹുവ രൂരുവിനെ ചില്ലായ. അപ്പോൾ നിൽക്കൂ, പോകരുതേ, ചിടിയാക്കെ പീച്ചെ, ചിടിയുടെ പുറകെ, കൂതുതാ ഹുവ, അതായത് ചാടി ഓടി എന്നുള്ളതാണ്. എന്ത് ചെയ്തു? രൂരു ചില്ലായ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറയുകയാണ്. ഓടിപ്പോവരുതേ, പറന്നു പോവരുതേ, നീ പോവരുതേ, നിൽക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. ചിടിയ ബോലി, പക്ഷി പറയുവാണ്, മേ രുക്നെ ഹി സക്തി, എനിക്ക് നിൽക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയുകയാണ് നമ്മുടെ ചിടിയ. ബഹുത്ത് ബുരാ ഹോ ഗയാ ഹേ, എന്താണ്? ബഹുത്ത് ബുരാ ഹോ ഗയാ ഹേ, ഒരു മോശം കാര്യം സംഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. ബുര, മോശമായത് എന്നുള്ളതാണ്
എന്ത് മോശമായതെന്ന് നോക്കാം. ക്യാ ബുരാ ഹുവ, എന്ത് മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചതെന്ന് നമ്മുടെ രൂരു ചോദിക്കുകയാണ്. പിച്ഛലി രാത്, കഴിഞ്ഞ രാത്രി ഭയാനകമായ തൂഫാൻ കൊടുങ്കാറ്റ് ആയാത, തൂഫാൻ ആയാത കൊടുങ്കാറ്റ് വന്നു. മേര എൻ്റെ ഘോസ്ല കിളിക്കൂട് ബിഗർ ഗയാ ഹേ. ബിഗർ ഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ എന്താണ്? നശിച്ചു പോയി എന്നുള്ളതാണ്. കഹി മേരെ ബച്ചെ ഗിർന ജായേ. അപ്പോൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്ത് കാണില്ല? ഇല്ലാതായി പോയി കാണും അല്ലേ, കുറച്ചൊക്കെ പോയി കാണും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ താഴെ, ഗിർന ജായ എന്ന് പറഞ്ഞാൽ താഴെ വീഴാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ്. അപ്പോൾ കഹി മേരെ ബച്ചെ ഗിർന ജായ, എൻ്റെ കുട്ടികൾ ഒരിക്കലും താഴെ വീഴാൻ പാടില്ല എന്നുള്ളതാണ്. മേ ഗാന നഹി ഗാ രഹി തി, ഞാൻ ഗാന പാട്ട് പാടുകയല്ലായിരുന്നു. അപ്പനെ സാത്തി കോ ബുലാ രഹി തി, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെയാണ്. അപ്പോൾ കൂട്ടുകാരെ വിളിക്കുമായിരുന്നു എന്നുള്ളതാണ്. वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. അവൻ വന്നാൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ, ജൽദി നിന്ന് വേഗം, മിൽക്കർ കൂടെ നിന്ന്, അതായത് കൂട്ടായി നിന്ന്, ഘോസ്ല കൂട്, ടീക്ക് കർലേ ശരിയാക്കാം എന്നാണ് ഈ ഒരു കിളി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിളി എന്താണ് പറയുന്നത്? ആ കൂട്ടുകാരൻ വന്ന ആ ഒരു കൊടുങ്കാറ്റിൽ ഇല്ലാതായ ആ ഒരു കൂട് വേഗം റെഡിയാക്കുക. അപ്പോൾ അതിനു വേണ്ടി വിളിക്കുകയായിരുന്നു, പാട്ട് പാടുകയല്ലായിരുന്നു കിളി എന്നാണ് നമ്മുടെ രൂരുവിനോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. രൂരു ചിടിയാക്കി സാത്ത് ചൽപ്പട. രൂരു നമ്മുടെ ചിടിയുടെ കൂടെ, സാത്ത് കൂടെ, ചൽപ്പട കൂടെ പോയി എന്നുള്ളതാണ്. നടന്നു പോയി കാണും അല്ലേ, നമ്മുടെ രൂരു നടന്നു പോയി കാണും, പക്ഷി പറന്നും പോയി കാണും. അപ്പോൾ കൂടെ പോവുകയാണ്. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേതേ. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ കണ്ടത്? ബച്ചെ കുട്ടികൾ, ജമീൻ ആ ഒരു ജമീൻ ആ ഒരു ഭൂമിയിൽ, ആ ഒരു തറയിൽ എന്ത് ചെയ്യാണ്? പർ ബേഹാൽ അവശനായി, പടേ ഹുയേത് കിടക്കുകയായിരുന്നു. ചിടിയ ജോർസെ രോയി. ചിടിയ ഭയങ്കര ഉച്ചത്തിൽ, ജോർസെ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, രോയി കരഞ്ഞു. ഉസ്കി ആവാസ് അതിൻ്റെ ആവാസ് ശബ്ദം, സുന് ഉസ്ക സാത്തി ഉടുത്ത ഹുവ ആയ. അപ്പോൾ ഈ ഒരു സൗണ്ട്, ഈ പക്ഷി കരയുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ പക്ഷിയുടെ കൂട്ടുകാരൻ എന്ത് ചെയ്തു? പറന്നു വന്നു എന്നുള്ളതാണ്. ഉസ്കി ആവാസ് സുന് ഉസ്ക സാത്തി ഉടുത്ത ഹുവ ആയ. ഉൻ ദോനോക്ക് ഉദാസ് ദേക്ക് രൂരുക്കോ ഏക്ക് ഖ്യാൽ ആയ. അപ്പോൾ ഇവർ ഉസ് ദോനോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും ഉദാസ് വിഷമം കണ്ടപ്പോൾ രൂരുവിന് ഒരു ഉപായം തോന്നി എന്നുള്ളതാണ്. ഖ്യാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖ്യാൽ എന്ന് പറഞ്ഞാൽ ഒരു ഉപായം അല്ലെങ്കിൽ ആശയം തോന്നി. മുജെ ഏക്ക് ജഗഹ് മാലൂം ഹേ. എനിക്കൊരു സ്ഥലം അറിയാം. ജഗഹ് സ്ഥലം അറിയാം. മാലൂം ഹേ ജബ് തക്ക് ബच्चे ഉടനെ ലായക് നഹി ഹോ ജാത്തെ. അപ്പോൾ നമ്മുടെ പക്ഷി എപ്പോൾ പറക്കാനുള്ള ഒരു ശേഷി വരും, അപ്പോൾ വരയ്ക്കും വേ ആരാം സെ വഹി രഹ സക്തേ ഹേ. അപ്പോൾ ഈ ഒരു പക്ഷി എന്താണ്, പക്ഷി കുഞ്ഞുങ്ങൾ പറക്കാൻ എപ്പോൾ പ്രാപ്തിയാകുമോ അത്രയും നാൾ വരെ എന്ത് ചെയ്യാൻ, അതിന് താമസിക്കാൻ ഒരു സ്ഥലം എനിക്കറിയാം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും നമ്മുടെ രൂരുവിൻ്റെ പ്ലാൻ അല്ലേ. ഫിർ ക്യാ ഥാ രൂരു കി മദദ് സെ അമ്മീനെ ധീരെ ധീരെ. അപ്പോൾ അതിനുശേഷം രൂരുവിൻ്റെ സഹായത്തോടെ, മദദ് എന്ന് പറഞ്ഞാൽ സഹായത്തോടെ, അമ്മ ധീരെ ധീരെ പതുക്കെ പതുക്കെ സാരേ ബച്ചോങ്കോ എല്ലാ കുട്ടികളെയും അപ്നി നരം മുലായം ജേബുമേ രഖ് ലിയ. അമ്മയുടെ സഹായത്തോടെ അപ്പോൾ നമ്മുടെ രൂരു എവിടെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുക? രൂരു എവിടെ നിന്നാണോ വന്നത് അല്ലേ, ആ ഒരു ജേബിൽ കൊണ്ടിടാനായിരുന്നു രൂരുവിൻ്റെ പ്ലാൻ. അപ്പോൾ ആ രൂരുവിൻ്റെ അമ്മയുടെ സഹായത്തോടെ രൂരു ആ പക്ഷി കുഞ്ഞുങ്ങളെ ആ നരമായിട്ടുള്ള, മുലായമായിട്ടുള്ള, നരം എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള, മുലായം എന്ന് പറഞ്ഞാൽ കോമളമായിട്ടുള്ള, രണ്ടും ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് കേട്ടോ.
നരമായിട്ടുള്ള മുലായമായിട്ടുള്ള മൃദുവായ കോമളമായ ജേബിൽ വെച്ചു. രക്ക് ലിയ എന്ന് പറഞ്ഞാൽ വെച്ചു. रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. അതിനുശേഷം യഹാം ഉൻഹേം കൊയ് ഖത്തര നഹീ ഥാ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു ഖത്തര എന്ന് പറഞ്ഞാൽ ഒരു അപകടവും ഇല്ല എന്നാണ് നമ്മുടെ രൂരു പറയുന്നത്. ചിരിയ ഖുഷി സെ ഗാനെ ലഗി. അപ്പോൾ പക്ഷികളെല്ലാം ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഗാനെ പാട്ട് പാടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഉൻഹോനെ രൂരു കോഫി ഗാന സിക്കാലിയ. അവർ രൂരുവിനെയും കൂടെ എന്ത് ചെയ്തു? ഗാന പാട്ട് സിക്കാദിയ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. രൂരുവിനും കൂടെ പഠിപ്പിച്ചു കൊടുത്തു പാട്ടൊക്കെ. ഉസ് രാത്ത് ആ രാത്രി രൂരു അഹിസ്താസെ. അഹിസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ സംഫൽക്കർ ശ്രദ്ധിച്ച് അമ്മിക്ക് ജേബുമേ ഗുസ. അമ്മയുടെ ജേബിൽ കയറിപ്പറ്റി. അപ്പോൾ ഗുസ എന്ന് പറഞ്ഞാൽ കയറുക. അപ്പോൾ നമ്മുടെ രൂരു എന്ത് ചെയ്യാണ്? അതിനകത്ത് നമ്മുടെ പക്ഷി കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ജേബിൽ കയറി എന്നുള്ളതാണ്. വഹ് ചിടിയാക്കി ബഗലുമേ ദുബഗയ. വഹ് ചിടിയോക്കി ബഗലുമേ. അവൻ പക്ഷികളുടെ ബഗൽ അടുത്ത് ദുബഗയ പതുങ്ങിക്കിടന്നു എന്നുള്ള. ദുബഗയ എന്ന് പറഞ്ഞാൽ പതുങ്ങിക്കിടന്നു. അബുവോ അഗേല നഹീദ. ഇപ്പോൾ അവൻ തനിച്ചല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഥ വളരെ ക്യൂട്ടായിട്ടൊരു കഥയാണല്ലേ. അപ്പോൾ നമ്മുടെ രൂരു എന്ന് പറയുന്ന വളരെ സഹായിക്കുന്ന ഒരു മനസ്സുള്ള ഒരു കഥാപാത്രമാണല്ലേ ഇതിൽ. ആ സ്വന്തം അമ്മയുടെ എന്ത് ചെയ്യണം? ഗോതി തന്നെ കൊണ്ടുവയ്ക്കാൻ തോന്നിയ ഒരു ആശയം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലേ. അപ്പോൾ പക്ഷി കുഞ്ഞുങ്ങൾ പറക്കാൻ പ്രാപ്തിയാവുന്നവരെ അവിടെ കഴിയാനും കഴിയും അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ആൻഡ് കമൻറ്റ് ആൾസോ. താങ്ക് യു.